അവിടെ ആ ചെമ്പട കരുത്തറിയിക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ അടക്കം നമുക്ക് ആ വലിയ ജനാരവത്തിനിടയിൽ കാണുകയും ചെയ്യാം. അരുൺ രാജ് വിവരങ്ങൾ വെച്ചിരുന്നു. അരുൺ, അവിടെ മൈക്കിൽ കൂടി കേൾക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് നൽകുന്ന നിർദ്ദേശങ്ങളാണോ? പൊതുസമ്മേളനം എത്ര മണിക്ക് തുടങ്ങാൻ കഴിയും എന്നതാണ് CPM-ന്റെ പ്രതീക്ഷ. അരുൺ രാജ്, ഇപ്പോൾ റെഡ് വാളിന്റെ മാർച്ച് ഇപ്പോൾ കൊല്ലം ആശ്രമം മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നു വന്നിരിക്കുകയാണ്. കൊല്ലം ഏരിയ കമ്മിറ്റിയുടെ പ്രകടനമാണ് ഇപ്പോൾ ഇവിടേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംസ്ഥാന സമ്മേളനം 3 സംസ്ഥാന സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രൗഢിയോടെ എത്തുന്ന ഏക CPM നേതാവ് എന്ന പ്രത്യേകത മുഖ്യമന്ത്രിക്കുണ്ട്. മാത്രമല്ല അങ്ങനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആദ്യമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയ നാൾ മുതൽ പാർട്ടിയെ കൈവെള്ളയിൽ വെച്ച ഒരു നേതാവ് എന്ന വിശേഷണത്തിന് ഇക്കുറി പിണറായി വിജയൻ അർഹനാകുന്നു. PB പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ സീതാറാം യെച്ചൂരി അന്തരിച്ച ശേഷമുള്ള സംസ്ഥാന സമ്മേളനമാണ്. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ആ തുറന്ന ജീപ്പിലേക്കായിരുന്നു. MABB അടക്കമുള്ളവർ ആ തുറന്ന ജീപ്പിലുണ്ട്. പ്രകാശ് കാരാട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും ആ ജാഥയ്ക്ക് മുന്നിൽ പോകുന്നത് ഈ തുറന്ന ജീപ്പിൽ തന്നെയാണ്. സലിം മാലിക് ചേരുന്നു. സലിം, അപ്പോൾ മുഖ്യമന്ത്രി അടക്കം എത്തിയിരിക്കുന്നു, ആ ക്വാറം പൂർത്തിയായിരിക്കുന്നു, ഇനിയിപ്പോൾ ജാഥയുടെ തുടക്കമാണ്. ഹാഷ്മി, തീർച്ചയായും അതെ, ആ പ്രൗഢഗംഭീരമായ ജാഥയ്ക്ക് ഇതാ തുടക്കമാകുന്നു. ഇത്രയും നേരം മുഖ്യമന്ത്രിയെ കാത്തിരുന്നതാണ്. ഇതാ ആ സമാനതകളില്ലാത്ത, കൊല്ലം ജില്ല സമീപകാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ജനബാഹുല്യത്തോടു കൂടിയുള്ള ഒരു ജാഥ. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ തരത്തിലുള്ള സംഘടനാശക്തിയും വിളിച്ചോതുന്ന, CPM-ന് അവരുടെ സംഘടനാശക്തി അത്രയും വിളിച്ചോതുന്ന ഒരു ചരിത്ര ജാഥ എന്ന് പറയാൻ കഴിയുന്നത്. അവിടെ ഒരു ചെങ്കടലായിരിക്കുന്നു. ചെങ്കടൽ അക്ഷരാർത്ഥത്തിൽ ഒരു ചുവപ്പൻ കടലായി മാറിയിരിക്കുന്നു. ആ ജാഥയുടെ മുൻനിര കാണുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ. അതവിടെ CPM-ന് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടുണ്ട്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, A വിജയരാഘവനുണ്ട്, MABB ഉണ്ട്. അത് ജാഥയുടെ മുൻനിരയാണ്. ഈ ജീപ്പിലാണ് ഇവിടുത്തെ ക്രീമിലെയർ നേതാക്കൾ, പ്രധാനപ്പെട്ട CPM-ന് ടോപ്പ് മോസ്റ്റ്, കേരളത്തിലെ നേതാക്കൾ എന്നാൽ രാജ്യത്തെ തന്നെ CPM-ന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് ആ തുറന്ന ജീപ്പിലുള്ളത്. ആ ജാഥ തുടങ്ങി ആശ്രാമ മൈതാനത്തേക്ക് നേതാക്കൾ എത്തുക ആ തുറന്ന ജീപ്പിലാണ്. നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അടുത്ത മെയ്യിൽ 80 വയസ്സ് പൂർത്തിയാകാൻ പോകുന്ന പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ പ്രായാധിക്യത്തിൽ പ്രായത്തിൻ്റെ ഇളവുകൾ ഒന്നും അല്ലെങ്കിൽ പ്രായത്തിൻ്റെ ഇളവുകൾ ബാധകമാകുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ ഏക നേതാവ് ആയി മാറുന്ന പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിലെ ശക്തി ഏതെങ്കിലും തരത്തിൽ ചോരുന്നില്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക്. അത് കൂടുതൽ ശക്തമാകുന്നുണ്ട്. ഒരർത്ഥത്തിൽ പിണറായി വിജയന് വേണ്ടി ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ഒരു സംസ്ഥാന സമ്മേളനത്തിന് കൂടിയാണ് ഇതിപ്പോൾ സമാപനമാകുന്നത്. പിണറായി വിജയൻ അവതരിപ്പിച്ച പാർട്ടി നവകേരളത്തിലുള്ള നയരേഖ എന്ന് പറയുന്ന ആ പേപ്പർ തന്നെയാണ് ഈ സംസ്ഥാന സമ്മേളനത്തിന് ഹൈലൈറ്റ് എന്ന് ഉറപ്പായും പറയാം. അത് പാർട്ടിയുടെ ചരിത്രത്തിൽ CPM-ന്റെ രീതികളിൽ അപൂർവമാണ്. പ്രവർത്തന രേഖയാണ് പ്രധാനം. പ്രവർത്തന രേഖയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് ഏറ്റവും സജീവമായി നടക്കാറുള്ളത്. ഇത് കൊല്ലത്ത് നടന്നില്ല എന്നുള്ളതല്ല, പക്ഷേ അതിനു മുകളിൽ ഉച്ചത്തിൽ ഹൈലൈറ്റായി അടിവരയിട്ട് കേട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരള നയരേഖ തന്നെയായിരുന്നു. അതിനെ തുടർന്ന് മുഖ്യമന്ത്രി മണിക്കൂറുകളെടുത്താണ് അത് അവതരിപ്പിച്ചത്. മണിക്കൂറുകൾ നീണ്ട ചർച്ചയുണ്ടായി. മണിക്കൂറുകളെടുത്ത് തന്നെ മുഖ്യമന്ത്രി അതിനുള്ള സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു. അതിൻ്റെ തുടർച്ചയിൽ പൊതുസമ്മേളനത്തിൽ പിണറായി വിജയൻ പറയാൻ പോകുന്ന ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ കൂടി കേരളം തന്നെ, അത് CPM മാത്രമല്ല കേരളം തന്നെ ആ പ്രഖ്യാപനങ്ങൾക്ക് ചിലത് കാതോർക്കുന്നുണ്ട്. സലിം മാലിക് ചേർന്നു. സലിം, മുൻനിരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPM-ന്റെ നേതൃനിര തുറന്ന ജീപ്പിൽ ജാഥ തുടക്കമായോ? ഹാഷ്മി, ആ ജാഥയ്ക്ക് തുടക്കമായി എന്ന് മാത്രമല്ല, ഈ സമ്മേളനത്തിലുടനീളം ഉയർന്നു കേട്ടത് പിണറായി 3.0 എന്ന നിലയിൽ 3ാം തവണയും ഒരു LDF സർക്കാർ എന്നുള്ളതായിരുന്നു. ആ LDF സർക്കാരിന്റെ 3ാം തവണയും എന്നുള്ളതിൻ്റെ ഒരു പ്രചരണ പരിപാടി എന്ന നിലയിൽ കൂടി ഈ സംസ്ഥാന സമ്മേളനം മാറുകയാണ്. അത് സംഘടനയുടെ സർവ്വശക്തിയും എടുത്തു കാണിക്കുന്ന നിലയിലുള്ളൊരു സമാനതകളില്ലാത്തൊരു ബഹുജന റാലി സംഘടിപ്പിക്കാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അത്രയധികം ആൾക്കൂട്ടം ഈ കൊല്ലത്തിന്റെ മണ്ണിലൂടെ ഇപ്പോൾ കടന്നു വരുന്നു എന്നുള്ളതാണ്. കൊല്ലം നഗരത്തിൽ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കിക്കൊണ്ട് ഈ ചെങ്കൊടികൾ ഉയർന്നു നിൽക്കുന്ന ചുവന്ന തോരണങ്ങളാൽ അലങ്കൃതമായ കൊല്ലം നഗരം ചെങ്കൊടികൾ ഉയർത്തിക്കൊണ്ട് സമ്മേളന പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പുറകെ നടക്കുന്നു. അതിനു മുൻപിൽ ആ ജാഥ നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ പ്രകാശ് കാരാട്ട്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർ ആ തുറന്ന ജീപ്പിന്റെ മുൻവശത്ത് ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ ജില്ലയിലെ കോർഡിനേറ്റർ കൂടിയായ മന്ത്രി KN ബാലഗോപാൽ, അതിന് തൊട്ടുപുറകിൽ തുറന്ന ജീപ്പിൽ A വിജയരാഘവൻ, MABB എന്നിവർ, അതിന് തൊട്ടുപിറകിൽ ഈ സംസ്ഥാന സമ്മേളന
PB അംഗങ്ങൾ, അതിന് തൊട്ടുപിറകിലായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, പിന്നാലെ സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ, അതിനു പിന്നാലെ കൊല്ലത്തിന്റെ CPIM-ന്റെ ഈ ചങ്കും ചങ്കിടിപ്പുമായ പ്രവർത്തകർ, ആയിരക്കണക്കിന് പ്രവർത്തകർ എന്നിങ്ങനെയാണ് ഈ ജാഥ കടന്നു പോകുന്നത്. ഈ ജാഥയ്ക്ക് മുഖ്യമന്ത്രിയും പോകുന്നതിന് മുൻവശത്തായി വിവിധ നിലയിലുള്ള കലാരൂപങ്ങളുടെ ഒരു വിസ്മയ പ്രകടനമുണ്ട്. അതിനും തൊട്ടു മുൻപിലായി 24ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് പതാകയേന്തിയ 24 വനിതകളുണ്ട്. അങ്ങനെ ഒരു ചിട്ടയോടുകൂടി, അങ്ങേയറ്റം ചിട്ടയോടുകൂടി സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു റാലി എന്ന നിലയിൽ കൂടി കൊല്ലത്തിന്റെ നഗരവീതിയിലൂടെ ഈ CPIM-ന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ജാഥ കടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും മുൻനിരയിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളെ കൈവീശി കാണിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നു. ഒപ്പം തന്നെ പ്രകാശ് കാരാട്ട്, MV ഗോവിന്ദനുണ്ട്. അതിന് തൊട്ടു പിന്നിൽ ഈ CPIM അവകാശപ്പെട്ടിരുന്നത് 2.5 ലക്ഷത്തിലധികം ആളുകളെ ആശ്രാമ മൈതാനത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ്. ഏകദേശം 25,000-ലധികം പേർ റെഡ് വാളണ്ടിയർമാരായി മാത്രം ഈ ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ അവർ ഇവിടെ ഈ കൊല്ലത്തിന്റെ നഗരത്തിന്റെ വിവിധ കോണുകളിൽ നിന്നായി ഈ ഏരിയ കമ്മിറ്റികളിൽ നിന്നായി ഉള്ള റെഡ് വാളണ്ടിയർമാർ ആശ്രാമ മൈതാനത്തേക്ക് എത്തിയിരുന്നു. ആശ്രാമ മൈതാനത്തേക്ക് അവർ എത്തിയതിന് പിന്നാലെ ഇവിടെ നിന്നിപ്പോൾ റാലി കൂടി ആരംഭിക്കും. അങ്ങനെ റെഡ് വാളണ്ടിയർ മാത്രം 25,000 പങ്കെടുക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഈ റോഡിൽ ഇരുവശവും മുഖ്യമന്ത്രിയെ കാണാനും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയിൽ നിന്ന് CPM സംസ്ഥാന സമ്മേളനം സമാപിക്കുകയാണ്. രണ്ടിടങ്ങളിൽ നിന്നും മാർച്ച് തുടങ്ങിയിട്ടുണ്ട്. മാർച്ച് അങ്ങോട്ടേക്ക് എത്തുന്നു. ഒരു മാർച്ചിന്റെ മുൻനിരയിൽ മാർച്ചിനെ നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രകാശ് കാരാട്ട്, MV ഗോവിന്ദൻ അടക്കമുള്ളവർ ഒരു തുറന്ന ജീപ്പിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തൊട്ടു പിന്നാലെ ഒരു തുറന്ന ജീപ്പിലുണ്ട്. ഈ 2 ജീപ്പുകളാണ് ആ ജാഥയിൽ മുൻനിരയിൽ വരുന്നത്. അത് വരുന്നത് ആശ്രാമ മൈതാനത്തേക്കാണ് വരുന്നത്. ആശ്രാമ മൈതാനത്തേക്ക് നേതാക്കളുടെ തുറന്ന ജീപ്പിന് പിന്നാലെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർ അണിനിരക്കുന്ന ജാഥ കൂടി എത്തുന്നതോടുകൂടി ആശ്രാമ മൈതാനം തിങ്ങി നിറയാൻ പോകുന്നു. അവിടെ 1.5 ലക്ഷം ആളുകൾക്കാണ് അതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി എങ്കിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട്, വീർപ്പ് പൊട്ടിച്ചുകൊണ്ട് വലിയ തോതിൽ ആശ്രാമ മൈതാനി നിറയാൻ പോകുന്നു, ചെങ്കടലാകാൻ പോകുന്നു. അതിനുശേഷമാണ് പൊതുസമ്മേളനം. കൊല്ലത്തെമ്പാട് നല്ല ചൂടാണ്. ഉച്ച മുതൽ നല്ല ചൂടൊക്കെയാണ്. ആ ചൂടിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, വലിയ വെയിലിനെ അതിജീവിച്ചുകൊണ്ട് ലക്ഷക്കണക്കിനായ പാർട്ടി പ്രവർത്തകർ പല ജില്ലകളിൽ നിന്നും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കൊല്ലമാണ്. കൊല്ലം എന്ന് പറയുന്നത് CPM-ന് വളരെ ആഴത്തിൽ വേരോട്ടമുള്ള മണ്ണാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ നീരോട്ടമുള്ള, വേരോട്ടമുള്ള, ആഴത്തിൽ വേരുകളും ആൽമരത്തോളം പടർച്ചയുമുള്ള ഒരു സ്ഥലമാണ് കൊല്ലം. അത് പ്രകടമാകുന്നു. ആ ഇടതുപക്ഷ ശക്തി ഈ സംസ്ഥാന സമ്മേളനത്തിൽ, അതിൻ്റെ ജാഥയിൽ, അതിൻ്റെ കാമ്പ്, അതിൻ്റെ കരുത്ത് പ്രകടമാകുന്നു. ഇങ്ങോട്ടേക്ക് KN ബാലഗോപാൽ ആ ജീപ്പിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രകാശ് കാരാട്ടും MV ഗോവിന്ദനും പാർട്ടി സഖാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആശ്രാമ മൈതാനത്തേക്ക് വരികയാണ്. ഈ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും പ്രകാശ് കാരാട്ടും പറയാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രകാശ് കാരാട്ടിനേക്കാൾ ഒരുപടി മുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ CPM ഇക്കാലം അത്രയും തുടർന്നു വന്നിരുന്ന സംഘടനാ ശൈലിയിൽ, അല്ലെങ്കിൽ ഒരു ശുദ്ധമായ ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്നുള്ളതിൽ കുറച്ചുകൂടി ഉദാരമായി മിഡിൽ ക്ലാസിൻ്റെയും അപ്പർ മിഡിൽ ക്ലാസിൻ്റെയും കൂടി പാർട്ടിയായി അത് പരിണമിക്കാൻ പോകുന്നുണ്ടോ എന്ന നിർണായകമായ ഒരു നയവ്യതിയാന പ്രഖ്യാപനമടക്കം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകുമോ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരല്ല അതിൻ്റെ തീരുമാനങ്ങളിലൂടെ എന്ന കാര്യം എന്നതൊക്കെ ഈ പൊതുസമ്മേളനത്തിൻ്റെ നിർണായകമായ ആകാംക്ഷയാണ്.